മാഷിനോടുള്ള ദേഷ്യവും സങ്കടവും എല്ലാം കൂടിയായിട്ട് ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പിച്ച് തന്നെ അവിടെ ഇരുന്നു. എൻ്റെ ശ്രീ, നീ ഒന്ന് പോയിട്ട് വാ, ചെല്ല്. കൃപ, ഇല്ല, ഞാൻ പോകൂല. അങ്ങേരെന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? എന്നെപ്പറ്റി അങ്ങേർക്ക് എന്തറിയാം? നീ ഇനി പോകാതിരുന്നാ കൂടുതൽ പ്രോബ്ലം ആകത്തേ ഉള്ളൂ. ഒന്ന് പോയിട്ട് വാടി. ഞാൻ പറയുന്നതൊന്നും കേൾക്കാതെ ഓരോന്ന് പറഞ്ഞ് കൃപ എന്നെ ഉന്തി തള്ളി സ്റ്റാഫ് റൂമിലേക്ക് പറഞ്ഞയച്ചു. ഈ പീരീഡ് വിമൽ സാറാണ്. സാർ ഇതുവരെ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. പോകുന്ന വഴിയിലും എൻ്റെ ഹൃദയം പടപടാ വെടിക്കുന്നതെന്ന്. എന്തിനാണ് അവൻ വിളിച്ചത്? ഈശ്വര കാത്തോണേ. ഞാൻ സ്റ്റാഫ് റൂമിൻ്റെ മുമ്പിൽ നിന്ന് പതിയെ അകത്തേക്ക് തലയിട്ട് നോക്കി. ക്ലാസ് ടൈം ആയതുകൊണ്ട് അധികം ടീച്ചേഴ്സ് അവിടെ ഇല്ലായിരുന്നു. നോക്കിയപ്പോൾ മാഷും വിമൽ സാറും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നു. എൻ്റെ ഗോഡേ, ഇങ്ങർക്ക് ഇങ്ങനെ ചിരിക്കാനൊക്കെ അറിയോ? എന്തായാലും നല്ല രസമുണ്ട്. ഛേ എടി, നീ എന്താ ഈ പറയുന്നേ? അടങ്ങിയിരിക്കടി, വായി നോക്കി. ഞാൻ വേഗം ചിന്തകളൊക്കെ മാറ്റി അല്പം പേടിയോടെ അകത്തേക്ക് കയറാൻ പെർമിഷൻ ചോദിച്ചു. മേ കമിൻ സർ? അപ്പോഴാണ് വാതിൽക്കൽ നിൽക്കുന്ന എന്നെ അവർ കാണുന്നത്. എന്നെ കണ്ടപ്പോൾ തന്നെ വിമൽ സർ മാഷിനോട് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് ബുക്കും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആകെയുള്ള ആശ്രയവും പോയി. അല്ല സാർ എന്തിനാ കൃത്യം ഞാൻ വന്നപ്പോൾ പോയത്? സംതിങ് ഫിഷി. താൻ എന്താടോ അവിടെ നിന്ന് സ്വപ്നം കാണുകയാണോ? അകത്തേക്ക് വരാൻ പറഞ്ഞിട്ട് കേട്ടില്ലേ? മാഷ് കലിപ്പ് പറഞ്ഞു കേട്ടതും ഞാൻ ഞെട്ടി അകത്തേക്ക് കയറി. പേടിച്ച് സാർ ഇരിക്കുന്ന ടേബിളിൻ്റെ മുമ്പിൽ പോയിരുന്നു. വിറച്ചിട്ട് ഞാൻ വിരലുകൾ ധാവണി തുമ്പിൽ കൊരുത്തു വലിച്ചുകൊണ്ടിരുന്നു. മാഷ് അതൊക്കെ സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തല താഴ്ത്തി നിന്നേ ഉള്ളൂ. തൻ്റെ വിഷമമൊക്കെ മാറിയോ? എന്നെ കരയിപ്പിച്ചതും പോരാ, എന്നിട്ട് ചോദിക്കുന്നത് കേട്ടില്ലേ, ദുഷ്ടൻ എന്നൊക്കെ ചോദിക്കാൻ തോന്നി. എങ്കിലും അത് അപ്പാടെ വിഴുങ്ങി ഞാൻ മാറിയെന്ന് തലയാട്ടി. ഇങ്ങനെ ഇന്ന് ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ ഇരുന്നോളൂ. ചെയറിലേക്ക് ഒന്നുകൂടി ചാരി എൻ്റെ മുന്നിലായി ഇട്ടിരിക്കുന്ന ചെയർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാഷ് പറഞ്ഞു. വേണ്ട സാർ, ഇറ്റ്സ് ഓക്കെ, ഞാൻ നിന്നോളാം. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് കറക്റ്റായില്ലേ? മാഷ് അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദ്യഭാവത്തിൽ അങ്ങേരെ നോക്കി. ഒരു നല്ല തീരുമാനം പോലും എടുക്കാൻ കഴിയാത്ത താൻ എങ്ങനെ ഒരു ക്ലാസ്സിനെ ലീഡ് ചെയ്യും? ഇപ്പോൾ തന്നെ ഇവിടെ ഇരുന്ന് എന്ന് കരുതി ഞാൻ തന്നെ പിടിച്ചു തിന്നൊന്നുമില്ലല്ലോ. തൻ്റെ കോഴ്സ് ബികോം അല്ലേ? അതായത് ബിസിനസ് ഫീൽഡ്. നേരത്തെ ഞാൻ ചെറുതായി ഒന്ന് വഴക്ക് പറഞ്ഞപ്പോഴേ മുല്ലപ്പുറയെ പൊട്ടിയതുപോലെ തൻ്റെ കരച്ചിൽ. താൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയിൽ കയറുമ്പോൾ ഇതിനേക്കാൾ വലിയ ചീത്ത വയ്ക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നിന്ന് മോങ്ങിയ അവർ ഇതിനെ കാലേ വാരി നിലത്തടിക്കും. തനിക്ക് പറ്റിയ പണി ഞാൻ പറയട്ടെ? ഒരു എസ് എ പോലെ മാഷ് പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ അത് കേൾക്കാൻ എനിക്ക് ആകാംക്ഷ കൂടി. ഞാൻ ആ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. നല്ലൊരു കോന്തനെ ഞാൻ കണ്ടുപിടിച്ച് തരാം. ബ്രോക്കർ കാശൊന്നും തരണ്ട. അവരെയും കെട്ടി അവൻ്റെ പിള്ളേരെയും പോറ്റി നല്ലൊരു ഉത്തമ ഭാര്യയായി അങ്ങ് കഴിഞ്ഞോളൂ. ആ പറഞ്ഞ ഡയലോഗ് കേട്ട് എനിക്കങ്ങോട്ട് കളിച്ചു കയറി. മാഷല്ലേ, കുറച്ച് ബഹുമാനമൊക്കെ കൊടുക്കുക എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുമ്പോൾ തലയിൽ കയറി ഡിസ്കോ ഡാൻസ് കളിക്കുന്നു. മാഷ് പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ ആത്മവിശ്വാസമില്ലാത്ത കുട്ടികൾക്ക് ചെക്കന്മാർ കണ്ടുപിടിച്ച് കൊടുക്കാനല്ലല്ലോ. പിന്നെ ഞാൻ വലിഞ്ഞു കയറി ക്ലാസ് ലീഡർ ആയതൊന്നുമല്ല. മാഷ് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സാർ തന്നെയാണ് ആ ചുമതല എന്നെ ഏൽപ്പിച്ചത്. അതിനിതുവരെ ഞാനൊരു കോട്ടവും വരുത്തിയിട്ടില്ല. എന്നെ വിരുത്താൻ മാഷിന് ഇതിനു മുമ്പ് പരിചയമൊന്നുമില്ലല്ലോ. പിന്നെ എന്തറിഞ്ഞിട്ടാണ് എനിക്ക് ഉത്തരവാദിത്വം എടുക്കുകയില്ലെന്ന് പറഞ്ഞത്? ഞാൻ അത്ര പാവൊന്നുമല്ല. വേണ്ടിവന്ന മാഷിനെ വരെ ഞാൻ വളച്ചൊടിച്ച് എൻ്റെ പിന്നാലെ നടത്തിക്കും. അല്ല പിന്നെ. പെരുത്ത് കയറി വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് അവിടെ ടേബിളിലിരുന്ന ബോട്ടിലെടുത്ത് കുറച്ച് വെള്ളം കുടിച്ച് ആ ബോട്ടിൽ ടേബിളിൽ തന്നെ തറപ്പിച്ച് വെച്ച് ഞാൻ മാഷിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴും അങ്ങേരെ എന്നെ തന്നെ വായും വിളിച്ച് നോക്കുകയാണ്. ഇങ്ങനെ നോക്കാൻ ഞാൻ ഇയാളെ കെട്ടു എന്നൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? അല്ല, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഒന്ന് പതിയെ റിവേഴ്സ് അടിച്ച് നോക്കി. ഓ മൈ ഗോഡ്, നീ ഇതെന്ത് തേങ്ങിയ ശ്രീനി വിളിച്ചു പറഞ്ഞേ? തീർന്നു മോളെ, നീ തീർന്ന്. ഞാൻ മാഷിനെ ഒന്ന് ഇടങ്ങണ്ണട്ടി നോക്കി. ഭഗവാനെ, ഫുൾ ഫോക്കസ് എന്നിൽ തന്നെയാണ്. എന്താ ചെയ്യുക, ഇറങ്ങി ഓടിയാലോ? ജസ്റ്റ് ഒന്ന് ഹിറ്റാക്കണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതിന് പെണ്ണ് 100 ഡിഗ്രി സെൽഷ്യസായി ഇമാതിരി ഡയലോഗ് അടിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അപ്പോൾ വിചാരിച്ച പോലെ വെറും കുണ്ടുമുളകല്ല, കാന്താരി മുളകാണ്. ഏതാ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് എനിക്കങ്ങോട്ട് ബോധിച്ചു. പുറകെ നടത്തിയില്ലെങ്കിലും ഈ പാവം കണ്ണനെ ഒറ്റ നോട്ടിൽ തന്നെ വളച്ചൊടിച്ചല്ലോ. പെണ്ണ് ചിരിക്കണോ കരയണോ എന്നറിയാതെ വായും പൊളിച്ച് നിൽക്കുകയാണ്. സോറി മാഷേ, ഞാൻ പെട്ടെന്നൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതോ. ഓഹോ, അപ്പോൾ ഫ്ലോ കിട്ടിയാ താൻ എന്നെ കല്യാണം കഴിക്കാൻ പോലും മടിക്കില്ലല്ലോ. പെണ്ണ് അന്തം വിട്ട് എന്നെ നോക്കി. ദേവിക്കുട്ടി വാ, നമുക്ക് ക്യാൻറ്റീൻ പോയി നല്ല കടുപ്പത്തിലൊരു ചായയും നല്ല പരിപാടിയും കഴിക്കാം. അപ്പോൾ കുറച്ച് റിലാക്സേഷൻ കിട്ടും. ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഞാൻ പറഞ്ഞു. അയ്യോ വേണ്ട മാഷേ, ഞാൻ ക്ലാസ്സിൽ പോകുക. ഇപ്പോൾ വിമൽ സാറിൻ്റെ ക്ലാസ്സാണ്, തുടങ്ങിക്കാണും. സാരമില്ല, വിമലിനോട് ഞാൻ പറഞ്ഞോളാം. ഇന്നത്തെ പോർഷൻ ഞാൻ തനിക്ക് ക്ലിയർ ചെയ്തു തരാം, പോരെ?
എല്ലാ വഴിയും അടച്ചുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ അവൾ മനസ്സോടെ സമ്മതം മൂളി. ക്യാൻറ്റീനിലേക്ക് പോകുമ്പോഴും ഞാൻ ദേവിക്കുട്ടിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യമായി വളരെ ഫ്രണ്ട്ലിയായി സംസാരിച്ചത് കണ്ട് പെണ്ണ് ആദ്യമൊന്ന് പകച്ചെങ്കിലും പിന്നീട് എന്നോടുള്ള ആ അകൽച്ചയൊക്കെ മാറി നന്നായി സംസാരിക്കാൻ തുടങ്ങി. ഒരു കൊച്ചു വായാടിയാണ് ദേവിക്കുട്ടി. സംസാരിച്ച് ഞങ്ങൾ ക്യാൻറ്റീനിലെത്തി. ക്ലാസ് ടൈം ആയതുകൊണ്ട് അധികം ആരും ഇല്ലെങ്കിലും ഓരോ ഒഴിഞ്ഞ സീറ്റുകളിലും ചില ഇണക്കുരുകൾ സല്ലപിക്കുന്നുണ്ട്. എന്നെ കണ്ട് അവർ പേടിച്ചു പോകാനൊരുങ്ങിയതും ഞാനൊരു പുഞ്ചിരിയോടെ അവരോട് അവിടെ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. നമ്മളിതൊക്കെ എത്ര കണ്ടതാ. ഇവിടെ ഇരിക്കാൻ ഒരു സുഖയില്ല, വാ നമുക്ക് പുറത്തു പോയിരിക്കാം. മാഷ് അതും പറഞ്ഞ് എന്നെയും കൂട്ടി ക്യാൻറ്റീൻ്റെ പുറകിലായി പോയി. അവിടെയും ഒരുപാട് ടേബിളും ചെയറും ഇരിക്കാൻ പാകത്തിന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തുള്ള വാഗമരത്തിൻ്റെ തണലും കൂടെ ചെറിയ ഇളം കാറ്റും. ശരിക്കും ഇങ്ങനൊരു അടിപൊളി സെറ്റപ്പ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞങ്ങൾ അവിടെ ഒരു സീറ്റിൽ പോയിരുന്നു. ദേവിക്കുട്ടി എനിക്ക് ഓപ്പോസിറ്റായിട്ടാണ് ഇരുന്നത്. ചായയും വടയും ഞാൻ തന്നെ ഓർഡർ ചെയ്തു. വീണ്ടും പെണ്ണ് വായിട്ടലയ്ക്കാൻ തുടങ്ങി. ഇളം കാറ്റിൽ പാറി പറന്ന് മുഖത്തേക്ക് വീഴുന്ന മുടി ചെവിയിലേക്ക് മാടിയൊതുക്കി ചിരിയാലെ ഓരോ വാക്കുകൾ എനിക്കായി പൊഴിക്കുമ്പോഴും ആ കവിളിൽ വീഴുന്ന നുണക്കുഴി എന്നെ മാടി വിളിക്കുന്ന പോലെ തോന്നി. അവൾ ചുടു ചായ ഊതി ആ പനിനീർ അധരങ്ങളിൽ കൊണ്ട് മുത്തി കുടിക്കുന്നത് ഞാനും കൗതുകത്തോടെ നോക്കിയിരുന്നു. കൊണ്ടുവന്ന് വെച്ച ചായ അതേപടി ഇരിക്കുന്നത് കണ്ട് ഞാൻ മാഷിൻ്റെ മുഖത്തേക്ക് നോട്ടം മാറ്റിയത്. നോക്കുമ്പോൾ മാഷ് എന്നെ തന്നെ ഇമവട്ടാതെ നോക്കിയിരിക്കുകയാണ്. വടിയായോ? കൂയി മാഷേ. ഞാൻ മാഷിൻ്റെ മുഖത്തേക്ക് വിരൽ ഞൊടിച്ചു. അപ്പം മാഷ് ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇതെന്തിരിപ്പാ, കിളി പോയ പോലെ. ചൂട് ചായ ഇപ്പോൾ തണുത്ത് കാണും, എടുത്ത് കുടിക്ക്. ഞാനൊരു ചിരിയോടെ പറഞ്ഞതും മാഷും ഒരു ചിരിയോടെ ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങി. അല്ല, മാഷിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാൻ വീണ്ടും ചോദിച്ചു. ഞാനും പിന്നെ ഗീതുവും. ഗീതു ആരാ, അനിയത്തിയാണോ? അപ്പോൾ അച്ഛനും അമ്മയും? ഞാൻ ചോദിച്ചു കേട്ട് മാഷ് ആദ്യം എന്നെ ഒന്ന് നോക്കി. എന്നെ പൊട്ടിച്ചിരിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങളെ ഒരുമിച്ച് കാണുമ്പോൾ എല്ലാവരും ചേച്ചിയാണെന്ന് ചോദിക്കാറുണ്ട്. ബട്ട് ബന്ധം അതല്ല. എൻ്റെ അമ്മയായിട്ട് വരും. ബട്ട് ഇപ്പോഴും മുടിഞ്ഞ ഗ്ലാമറാണ് ഗീതുവിന്. എൻ്റെ ഈശ്വര, അമ്മയാണോ പേര് വിളിക്കുന്നത്? കുറച്ച് ബഹുമാനമൊക്കെ കൊടുത്തൂടെ മാഷേ? അതിന് എനിക്ക് ബഹുമാനം ഇല്ലെന്ന് തന്നോട് ആര് പറഞ്ഞു? ഞങ്ങൾ ശരിക്കും ഫ്രണ്ട്സിനെ പോലെയാണ്. പിന്നെ ബഹുമാനം അത് വെറുമൊരു പേരിൽ മാത്രം കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതിതേ ഇവിടെ ഇതിനകത്ത് വേണ്ടുവോളം ഉണ്ട്. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ദൈവത്തിനും ഒരേ സ്ഥാനമാണ് ഇവിടെ. മാഷ് നെഞ്ചിൽ കൈവച്ച് ചേർത്തുകൊണ്ട് പറഞ്ഞു. അല്ല, അച്ഛൻ? അത് കേട്ട് മാഷിൻ്റെ മുഖത്ത് ചിരി പെട്ടെന്ന് മാഞ്ഞു. പെട്ടെന്ന് തന്നെ മുഖത്ത് ആ ചിരി വരുത്തി. അങ്ങേരുടെ കാര്യം ബഹു കോമഡിയാണ്. നാട്ടിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവൻ, ഭാര്യയും മകനെയും പൊന്നുപോലെ നോക്കുന്നവൻ, എല്ലാവർക്കും ഉപകാരി. പക്ഷേ അതിൽ നല്ലവരേത് ചീത്തവരേത് എന്ന് തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മാത്രം ആ പാത്തിന് ഈശ്വരൻ കൊടുത്തില്ല. ഒരു ഉറ്റ സുഹൃത്ത് പണി കൊടുത്തതാ, താങ്ങാൻ പറ്റിയില്ല. ഒരു മുഴം കയറിയില്ലെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഗീതുവിൻ്റെ നല്ലൊരു സാരിയിലാണ് കെട്ടിത്തൂങ്ങിയത്. അത് പറഞ്ഞപ്പോൾ മാഷിൻ്റെ സ്വരം ഇടറിയോ? എനിക്കും അത് കേട്ട് വിഷമായി. അച്ഛൻ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അതെനിക്ക് നന്നായി അറിയാം. ഞങ്ങൾക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. അത് വിട്, ഓരോരുത്തരുടെ ആയുസ് മുകളിലിരിക്കുന്ന ആൾ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആർക്കും മാറ്റാൻ കഴിയില്ലല്ലോ. അതിന് ഞാനൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പിന്നെയും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അല്ല, വട എങ്ങനെയുണ്ട്? സൂപ്പർ. അല്ല, ഒറ്റ ദിവസം കൊണ്ട് മാഷിതെങ്ങനെ കണ്ടുപിടിച്ചു? സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് മര്യാദയ്ക്ക് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്. അതിന് കുറച്ചൊക്കെ ആസ്വാദന ബോധം വേണം. ഈ കോളേജ് ലൈഫ് എന്ന് പറയുന്നത് വെറുതെ ബുജിയായി നടക്കാനുള്ളതല്ല. ഈ ക്യാമ്പസിലെ ഓരോ വസ്തുവിനു പോലും ഓരോ കഥ പറയാനുണ്ടാവും. പ്രണയത്തിൻ്റെയും വിരഹത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും കഥ. അതൊക്കെ ഒന്ന് അറിയാൻ നോക്ക്. അടിപൊളി ഫീലാണ് മോളെ ദേവിക്കുട്ടി. ഞാൻ മാഷ് പറയുന്നതെല്ലാം കൗതുകത്തോടെ കേട്ടിരുന്നു. ആദ്യമായാണ് ഒരാണിനോട് ഇത്ര അടുത്ത് സംസാരിക്കുന്നത്. പെട്ടെന്നാണ് ബെല്ലടിച്ച് സൗണ്ട് കേട്ടത്. അയ്യോ മാഷേ, ബെല്ലടിച്ചു, ഞാൻ പോട്ടെ. വിമൽ സാറിൻ്റെ നോട്ട്സൊക്കെ എഴുതണ്ടേ? ഞാനത് പറഞ്ഞപ്പോൾ മാഷു എഴുന്നേറ്റു എൻ്റെ ഒപ്പം വന്നു. എന്നാൽ താനൊരു കാര്യം ചെയ്യ്, ആ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ആക്കി ലഞ്ച് ബ്രേക്ക് ആകുമ്പോൾ ഗ്രൗണ്ടിൻ്റെ സൈഡിലേക്ക് വന്നോളൂ. ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്തു തരാം. ഞാൻ പുഞ്ചിരിയോടെ തലയാട്ടി മുമ്പോട്ട് നടന്നു. ഉച്ചയ്ക്ക് ഗ്രൗണ്ടിൻ്റെ സൈഡിലുള്ള ഗാലറി ഇരുന്ന് കുട്ടികളുടെ ഫുട്ബോൾ മാച്ച് കാണുമ്പോഴാണ് ദേവിക്കുട്ടിയുടെ വരവ്. അവൾ വന്ന് ഞാൻ ഇരിക്കുന്ന സ്റ്റെപ്പിന് മുകളിലുള്ള സ്റ്റെപ്പിലിരുന്നു. സാറ് കുറേ എടുത്തു. നോട്ട് നോക്കിയിട്ട് എനിക്കൊരു വാക്ക് മനസ്സിലായില്ല. അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ നിന്നോട് വരാൻ പറഞ്ഞത്. അല്ല, മാഷെങ്ങനെ ഇത് പറഞ്ഞു തരും? മാഷിൻ്റെ സബ്ജക്റ്റ് എക്കണോമിക്സ് അല്ലേ? അതിന് ഞാനൊരു പുഞ്ചിരി മാത്രം മറുപടി കൊടുത്തുകൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് നോട്ട് വാങ്ങി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. സത്യത്തിൽ ഞാൻ വണ്ടറടിച്ചു പോയി. ഞാൻ നോട്ടിലേക്കും പിന്നെ സാറിൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. വിമൽ സാർ എടുക്കുമ്പോൾ പോലും ഇത്ര ക്ലിയറായിട്ട് മനസ്സിലാകില്ല. ഇതെന്താ മറിമായം? ഓരോ നിമിഷം കഴിയുന്തോറും മാഷിനോടുള്ള ആരാധന കൂടി വന്നു. ആരാധന മാത്രമോ? അറിയില്ല. ഏയ് നോ ശ്രീ, അങ്ങനെയൊന്നുമില്ല. മാഷ് നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പിന്നെ നിനക്കെന്താ?
എല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെണ്ണ് എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഡി, നീ ഇത് ഏത് ലോകത്താ? വല്ലത് മനസ്സിലായോ? എന്താ? പെണ്ണ് ഏതോ ലോകത്ത് നിന്ന് ഞെട്ടി എന്നോട് ചോദിച്ചു. അത് ശരി, അപ്പം ഞാൻ ആരോടാ ഇത്ര നേരം വായിട്ടലച്ചത്? എന്നോടല്ലേ? അവൾ തല ചൊറിഞ്ഞുകൊണ്ട് നിഷ്കുഭാവത്തിൽ ചോദിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു. ഇനി മോള് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി, ഞാൻ പറഞ്ഞു തരില്ല. അയ്യോ മാഷേ, അങ്ങനെ പറയല്ലേ. മാഷ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. എനിക്ക് ഇതുപോലെ എന്നും പറഞ്ഞു തരുമോ? അങ്ങനെ ചോദിച്ചപ്പോൾ അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം ഞാൻ കണ്ടു. അതെന്നെ തെല്ലൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ഞാൻ മറുപടി ഒന്നും പറയാതെ അവളെ തന്നെ നോക്കിയിരുന്നപ്പോൾ അവൾ പറഞ്ഞത് അബദ്ധായെന്ന മട്ടിൽ എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങി. ദേവിക്കുട്ടി ഒന്ന് നിന്നേ. ഓടിയകന്ന അവളെ ഞാൻ വീണ്ടും വിളിച്ചു. അവൾ ചോദ്യഭാവത്തിൽ തിരിഞ്ഞു നോക്കി. മുടികൊഴിച്ചിൽ തടയാൻ കറ്റാർവാഴ നല്ലതാട്ടോ. എന്താ? അല്ല, നല്ല മുടിയാണല്ലോ, കൊഴിയുന്നത് തടയാൻ കറ്റാർവാഴ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് പറയുമായിരുന്നു. ഒരു പുഞ്ചിരിയോടെ ഞാനത് പറയുമ്പോൾ ആ പുഞ്ചിരി അവളിലേക്ക് പകർന്നു. ആ പുഞ്ചിരിയോടെ അവൾ ഓടിയകന്നപ്പോൾ ആ കാലിലെ വെള്ളിക്കുലിസിൻ്റെ നാദം എൻ്റെ കാതുകളിൽ അലയടിച്ചുകൊണ്ടിരുന്നു. അമ്മേ, ഈ കറ്റാർവാഴ എവിടെ കിട്ടും? രാത്രിയിൽ അമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ട് ഞാൻ ചോദിച്ചു. കറ്റാർവാഴയോ? അതിപ്പോൾ എന്തിനാ? ചുമ്മാ തലയിൽ തേക്കാം. അതിന് നിൻ്റെ മുടി കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കാച്ചി എണ്ണ തേക്കുന്നുണ്ടല്ലോ, അത് മതി. പ്ലീസ് അമ്മേ, ഒരു തവണ തേച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഒരിക്കലെ ശാരദയുടെ മുറ്റത്ത് നിൽക്കട കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടാവോ? ആണോ? എന്നാ ഞാൻ നാളെ അവിടെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ അമ്മേ, പ്ലീസ്. നാളെ ക്ലാസ്സും ഇല്ലല്ലോ. അയ്യോ, കുട്ടി ഒറ്റയ്ക്ക് പോകണ്ട, അച്ഛനറിഞ്ഞാൽ അത് മതി. അല്ലെങ്കിൽ തന്നെ നീരസാണ്. അത് കേട്ടപ്പോൾ നെഞ്ചിൽ എവിടെയോ ഒരു നീറ്റൽ. പതിയെ എൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞു. ഞാൻ അമ്മയുടെ വയറിലേക്ക് മുഖം മാറി. കണ്ണുനീർ പടർന്നത് അറിഞ്ഞിട്ടാകാം അമ്മ എൻ്റെ മുഖം അമ്മയ്ക്ക് നേരെ ഉയർത്തി. അമ്മ മോളെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല. നീ എൻ്റെ മോളല്ലേ. പക്ഷേ പറ്റിപ്പോയി മോളെ, ഈ അമ്മയോട് ക്ഷമിക്ക്. സാരയില്ല അമ്മേ, എൻ്റെ വിധിയാണെന്ന് ഞാൻ സമാധാനിച്ചോളാം. ഇന്ദിരേ! താഴെ നിന്ന് അച്ഛൻ്റെ കനത്തിലുള്ള വിളി കേട്ട് അമ്മ ഞെട്ടി എന്നിൽ നിന്ന് അടർന്നു മാറി പോകാനൊരുങ്ങി. അമ്മേ! പെട്ടെന്നുള്ള എൻ്റെ വിളിയിൽ അമ്മ തിരിഞ്ഞു നോക്കി. ഇന്ന് എൻ്റെ കൂടെ കിടക്കും അമ്മേ. ഒരുപാട് ആഗ്രഹമുണ്ട് മോളെ, പക്ഷേ അച്ഛൻ. ആ കണ്ണുകൾ എന്നെ ദയനീയമായി നോക്കി. വേണ്ടമ്മേ, അമ്മ പോയിക്കോ. അച്ഛൻ ദേഷ്യപ്പെടും. ഞാൻ വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. ഉള്ളിലെ വിങ്ങൽ കടിച്ചമർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞ് ബെഡിലേക്ക് കമിഴ്ന്നു കിടന്നു. കൂടുതൽ പറയാൻ ശക്തിയില്ലാതെ അമ്മയും എൻ്റെ മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്ത് പോയി. ഇന്നലെ താഴേക്ക് ചെന്നപ്പോൾ അരവിന്ദൻ ഹാളിലെ സോഫയിൽ ഇരുന്നുകൊണ്ട് മദ്യം ഗ്ലാസ്സിലേക്ക് പകരുന്നതാണ് കണ്ടത്. ഇന്നലെ വെറുപ്പോടെ മുഖം തിരിച്ചു. മോളെ താരാട്ടുപാട്ടിയാറി ഉറക്കിയോ എൻ്റെ ഉത്തമ ഭാര്യ? ഇന്നലെ കണ്ട് അയാൾ പുച്ഛത്തോടെ ചോദിച്ചു. അവർ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങി. അവിടെ നിന്നേ! അരവിന്ദൻ വിളിച്ചത് കേട്ട് അവർ അവിടെ നിന്നു. നിന്റെ മോളെ ജീവിതകാലം മുഴുവൻ എൻ്റെ ചെവിലിൽ പോറ്റിക്കൊള്ളാം എന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വല്ല കള്ളുകുടിയനോ ഗുണ്ടയോ ഒക്കെ വന്നാൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കാം. അതാകുമ്പോൾ നല്ല തൊളിവെളിപ്പുള്ളതുകൊണ്ട് സ്ത്രീധനം ചോദിക്കില്ല. അയാൾ പറഞ്ഞത് കേട്ട് ഇന്നലെ ഞെട്ടി. അവർക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അങ്ങനെ എൻ്റെ മോളെ കണ്ട വൃത്തിയേട്ടന്മാർക്ക് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. വായടക്കടി. മോള്, നിന്റെ മോള്, അതിനാർക്ക് വേണോടി നിന്റെ സമ്മതം? അവൾ പുരനിറഞ്ഞു നിൽക്കുന്നത് എൻ്റെ മോൾക്കും ദോഷമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കും. എതിര് നിൽക്കാമെന്ന കൊന്നുകളയും ഞാൻ. ഒരു ഭീഷണിയുടെ സ്വരത്തിൽ അത് പറഞ്ഞ് അയാൾ പോയി. ഇന്ദിര നിസ്സഹായതയുടെ നിലത്തേക്ക് ഊർന്നിരുന്നു. നാളെ വിമലിൻ്റെ വീട്ടിൽ പോകാം ഗീതു. നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ, ക്ലാസ് ഇല്ലല്ലോ. ഗീതമ്മയുടെ മഴയിൽ കിടന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ഗീതമ്മ എൻ്റെ മുടിയിൽ തലോടുന്നുണ്ട്. പോണം. അല്ല കണ്ണ, അവർ ഇപ്പോൾ താമസിക്കുന്ന വീട് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലെന്ന് അവൻ പറഞ്ഞത്. നമ്മുടെ കോളേജിലെ രവീന്ദ്രൻ സാർ ഏർപ്പാടാക്കി കൊടുത്തതാണ്. വിമലിൻ്റെയും ശ്രുതിയുടെയും വീട് കുറച്ച് ദൂരെയാണ്. അവൻ ഈ കോളേജിൽ ജോലി കിട്ടിയതുകൊണ്ട് രണ്ടും ഇങ്ങോട്ട് പോന്നു. അല്ല, നിന്റെ ഗുണ്ടുമുളക് ഇപ്പോഴും ഹിറ്റായി നടക്കുവാണോ? ഗീത ഒരു തമാശ പോലെ എന്നോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇന്ന് നടന്ന സംഭവം ഓർത്ത് എൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഞാൻ ഫോൺ ഓഫ് ചെയ്ത് ഗീതുവിനെ നോക്കി. ഇപ്പോൾ ആൾ അത്യാവശ്യം കൂളാണ്. ഇന്നെന്നോട് നല്ല കമ്പനിയായി സംസാരിച്ചു. സൂപ്പർ ഫാസ്റ്റ് ബസ് പോലെയാ പെണ്ണിൻ്റെ ചിലക്കൽ. ചെവിയിൽ ഫ്യൂസ് അടിച്ചു പോകും. അതിന് നീ ഒട്ടും മോശമല്ലല്ലോ. പക്ഷേ ഈ കുരിപ്പെന്നെ കടത്തി വിട്ടു ഗീതു. പക്ഷേ ആ സംസാരത്തിനിടയിൽ ആ മുഖത്ത് വിരിയുന്ന നുണക്കഴിയുണ്ടല്ലോ, വല്ലാത്തൊരു ഭംഗിയാണ് ഗീതുസേ. ഡാ കള്ളക്കണ്ണ, കൺട്രോൾ യുവർ സെൽഫ്. നിന്റെ തള്ളയടാ ഞാൻ. ആണോ? തോന്നുന്നേയില്ല. ഓഹോ, എങ്കിൽ ഞാൻ ആ നഗ്ന സത്യം പറയാം. നിന്നെ എനിക്ക് ഓടയിൽ നിന്ന് കിട്ടിയതാടാ. നീ എൻ്റെ മകനല്ല. കുറച്ച് സങ്കടമൊക്കെ മുഖത്ത് ഫിറ്റ് ചെയ്ത് ഗീതു പറയുന്നത് കേട്ട് എനിക്ക് ചിരിയാണ് വന്നത്. എൻ്റെ പൊന്നാര ഗീതമ്മയെ കുറേയായി ഈ ഓടക്കഥ കേൾക്കുന്നു. ഒന്ന് എണീറ്റ് പോയി കിടന്നുറങ്ങടാ.
ഉം, ഞാൻ ഇന്ന് ഗീതുവിൻ്റെ കൂടെയാണ് കിടക്കുന്നത്. അതും പറഞ്ഞ് ഞാൻ ഗീതമ്മയെ ചുറ്റി വരിഞ്ഞു. ഗീതം ഒരു ചിരിയോടെ എൻ്റെ തലയിൽ തലോടി എന്നോട് ചേർന്ന് കിടന്നു. ഡാ കണ്ണാ, എപ്പോഴാണ് നിന്റെ ദേവിക്കുട്ടിയെ എനിക്ക് കാണിച്ചു തരുന്നത്? എനിക്ക് കാണാൻ കൊതിയാവുന്നുണ്ട് കേട്ടോ. സമയാവട്ടെ ഗീതുസേ, അവളെ നമുക്ക് ഇവിടുത്തെ ദേവിയായിട്ട് അങ്ങോട്ട് പ്രതിഷ്ഠിക്കാം. അച്ഛൻ പുറത്തേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തി ഞാൻ പതിയെ അമ്മയോട് പറഞ്ഞ് അടുക്കള വാതിലൂടെ പുറത്തു കടന്നു. അധികം ദൂരേക്ക് പോകാതെ പെട്ടെന്ന് വരണേ മോളെ, അമ്മ പുറകിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അതുതന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഞങ്ങളുടെ വീടും അതിനോട് ചേർന്നൊരു പറമ്പ് കഴിഞ്ഞാൽ ഒരു വലിയ പാടാണ്. അതിനപ്പുറമാണ് ശാരദ ചേച്ചിയുടെ വീട്. അവിടേക്ക് പോയിട്ട് ഇപ്പോൾ കുറേ ആയി. അല്ല, ഇതാര്, ശ്രീദേവി മോളോ? ഇതുവഴിക്ക് ഓർമ്മയുണ്ടോ? എന്നെ കണ്ട് ശാരദ ചേച്ചി ചോദിച്ചു. പുള്ളിക്കാരി ചെടി നനക്കുന്ന തിരക്കിലാണ്. ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെയല്ലേ ഇറങ്ങാൻ കഴിയും ശാരദേച്ചി. അല്ല, അമ്പിളി എവിടെ? അവൾ ട്യൂഷൻ ക്ലാസ്സിൽ പോയിരിക്കുക. ശാരദേച്ചിയുടെ മകളാണ് അമ്പിളി. ഇപ്പോൾ 10 പഠിക്കുന്നു. ഞാൻ വന്ന കാര്യവും പറഞ്ഞ് കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അപ്പോഴാണ് അപ്പുറത്തെ വീടിൻ്റെ മുറ്റത്ത് വണ്ടി കിടക്കുന്നത് കണ്ടത്. അവിടെ മുമ്പ് താമസിച്ചിരുന്ന വക്കീൽ സ്ഥലം മാറിപ്പോയില്ലേ? അല്ല ചേച്ചി, അപ്പുറത്ത് പുതിയ താമസക്കാർ വന്നോ? ഹാ, കഴിഞ്ഞ ആഴ്ച വന്നു മോളെ. കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു സാറും അവരുടെ ഭാര്യയും. ഞാൻ മോളി കേട്ടു. ആരേലും ആകട്ടെ, ആ വീടിനോട് ചേർന്ന് ഒരു തിണ്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ചെടിയുള്ളത്. ആ മതിലിൻ്റെ മുകളിൽ കറിയാ ഈസിയായി പറിക്കാം. ഞാൻ നേരെ അവിടേക്ക് വെച്ചു പിടിച്ചു. ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഗീതുവിനെയും കൂട്ടി വിമലിൻ്റെ വീട്ടിലേക്ക് പോന്നു. ഞങ്ങൾ വന്നത് പ്രമാണിച്ച് വിമലിലാണ് അടുക്കളയിലെ ചാർജ്. ഇത് ഡയറിയുള്ള പണിയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീ ഇതുവരെ പാചകം പഠിച്ചില്ലേ ശ്രുതി? അടുക്കളയിലെ സ്ലാബിലിരുന്നുകൊണ്ട് ചോദിച്ചു കേട്ട് ഗീതമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശ്രുതി എന്നെ നോക്കി ഒന്ന് ഇളിച്ചു തന്നു. അത് പിന്നെ സിദ്ധുവേട്ടാ, ഈ വിമലേട്ടൻ എന്നെ അടുക്കളയിൽ കയറാൻ പോലും സമ്മതിക്കില്ല. ഭയങ്കര സ്നേഹ എന്നോട്. അല്ലേ ഏട്ടാ? തലയിൽ തോർത്തുകൊണ്ട് ഒരു കെട്ടൊക്കെ കെട്ടി സവാള അരിയുന്ന വിമലിനെ ഞാൻ നോക്കി. പാവം കരഞ്ഞുപോയി. അവൻ ഞങ്ങളെ രണ്ടുപേരെയും നോക്കി അതേ എന്നും അല്ല എന്നും തലയാട്ടി. അതെ അതെ, ഇവൾ ആദ്യമായി ഉപ്പുമാവ് ഉണ്ടാക്കി എന്നെ തീറ്റിയതിൻ്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. വിമൽ മേലോട്ട് നോക്കി ആലോചനയിൽ പറയുന്നത് കേട്ട് ഞാനും ഗീതവും പരസ്പരം നോക്കി. പിന്നെ പൊട്ടിച്ചിരിച്ചു. അല്ല ഗീതമേ, സിദ്ധുവേട്ടനെ ഇങ്ങനെ ഒറ്റത്തടിയായി നിർത്താനാണോ പ്ലാൻ? ശ്രുതി, അവനെങ്കിലും കുറച്ച് സമാധാനമായിരുന്നോട്ടെ. വിമൽ, വിമലാട്ട വേണ്ടാട്ടോ. നീ അവരോട് തന്നെ പറ ശ്രുതി. ഗുണ്ടുമുളകിനെയും കാന്താരി മുളകിനെയും ഒക്കെയാ നോട്ടം. ഞാൻ അതെല്ലാം കേട്ട് രസിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഫോൺ റിങ് ചെയ്തത്. അകത്ത് റേഞ്ച് കുറവായതുകൊണ്ട് ഞാൻ ഫോണും പിടിച്ച് ഉമ്മറത്തേക്ക് വന്നു. ഒരു ഇളം കാറ്റ് എന്നെ തഴുകുന്നതിനോടൊപ്പം ആ കുലിസിൻ്റെ കിലുക്കവും കേട്ടപ്പോൾ എൻ്റെ കണ്ണ് യാന്ത്രികമായി അത് കേട്ട ഭാഗത്തേക്ക് ചലിച്ചു. ദേവിക്കുട്ടി, ഞാൻ അന്തം വിട്ട് അവളെ മിഴിച്ചു നോക്കി. ധാവണിത്തുമ്പും ഷോളിൻ്റെ അറ്റവും ഇടുപ്പിൽ തിരികെ മതിലിൻ്റെ മുകളിലാണ് പെണ്ണിൻ്റെ നിൽപ്പ്. ഇവൾക്കെന്താ വട്ടായോ? അവളുടെ കൈ ഉയരുന്നതനുസരിച്ച് ആ പഞ്ഞിക്കെട്ട് പോലെയുള്ള വയർ എൻ്റെ മുന്നിൽ അനാവൃതമാകുന്നുണ്ട്. ഡി തും, അയ്യോ എൻ്റെ അമ്മേ! എൻ്റെ വിളിയുടെ കൂടെ ചക്ക വെട്ടിയിട്ട പോലെ ഒരു സൗണ്ടും ഒരു അലർച്ചയും കേട്ടു. ദേ കിടക്കുന്നു പെണ്ണ് മലർന്നടിച്ച് നിലത്ത്. ഞാൻ ഓടിച്ചെന്ന് അവളെ താങ്ങി പിടിച്ചു. പെണ്ണ് ആദ്യം എണീറ്റ് എന്നെ ഒന്ന് നോക്കി എളിച്ചു. പിന്നെ ഞെട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി. മാഷ് എന്താ ഇവിടെ? അതെവിടെ നിൽക്കട്ടെ, നീ എന്താടി ഇവിടെ? രാവിലെ തന്നെ നടുവടിക്കാൻ ഇറങ്ങിയതാണോ? ഗൗരവം വിടാതെ ഞാൻ ചോദിച്ചു. അത് പിന്നെ ഞാൻ കറ്റാർ വാഴ. അല്ല, ഒന്നുമില്ല, ഇന്ന് ക്ലാസ്സില്ലല്ലോ, അപ്പോൾ ചുമ്മാ. അല്ല, ഇത് മാഷിൻ്റെ വീടാണോ? എൻ്റെ വീടല്ല, വിമലിൻ്റെ വീടാണ്. അല്ല, ഇവിടെ എവിടെയാ നിൻ്റെ വീട്? ദേ ആ കാണുന്ന പാടത്തിനപ്പുറത്താ. കുറച്ചകലെ കാണുന്ന പച്ച വിരിച്ച നെൽപ്പാടം ചൂണ്ടി അവൾ പറഞ്ഞു. കണ്ണാ, എന്താടാ ഇവിടെ ഒരു ചക്ക വീട പോലെ സൗണ്ട് കേട്ടത്? അത് ചോദിച്ചുകൊണ്ട് ഗീതു പുറത്തേക്ക് വന്നു. കൂടെ ശ്രുതിയുണ്ട്. അയ്യോ, ചക്കയല്ലമ്മേ, ഒരു ഗുണ്ടുമുളകിൻ്റെ ഞൊട്ടിയൊടിഞ്ഞു വീണതാ. ഗീതുവിന് ആളെ മനസ്സിലാക്കിയോട്ടെ എന്ന് കരുതിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ആളെ മനസ്സിലായി. ഗീതു, ഇതാണോ? ആംഗ്യം കാണിച്ച് ചോദിച്ച്. ഞാൻ അതേ എന്ന രീതിയിൽ തലയെട്ടി. ആകെ നാണം കിട്ടു. അല്ല, ശരിക്കും എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വേഗം തടി തപ്പാം. ഞാൻ മാഷിനെ നോക്കി ഒന്ന് വിളിച്ചു കൊടുത്തു. അപ്പോൾ ശരി, ഞാൻ പോട്ടെ മാഷേ. അതെന്നാ പോക്കാടോ? എന്തായാലും വന്നതല്ലേ, വാ ചായ കുടിച്ചിട്ട് പോകാം. ഈശ്വര, എന്നെ കൊലയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനാണോ? അതൊന്നും നടക്കൂല. അയ്യോ വേണ്ട മാഷേ, ഞാൻ പോകുക, അമ്മ തിരക്കും. ഒന്ന് കയറിയിട്ട് പോകാം മോളെ, വീട് അധിക ദൂരെയല്ലല്ലോ. മാഷിൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു, കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ട്. മാഷ് പറഞ്ഞത് ശരിയാ, അമ്മയെ കണ്ട മാഷിൻ്റെ ചേച്ചിയാണെന്നേ പറയൂ.